നമസ്കാരം, എൻ്റെ പേര് അമൽ. പേര് പറയുമ്പോൾ ചിരിക്കല്ല, ചിരിക്കാനുള്ള വരാൻ പോകണുള്ളൂ. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. ഞാനിപ്പോൾ എന്തായാലും ഇവിടെ സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യണല്ലോ വിചാരിച്ചിട്ട് ഒരു പുതിയ ഷൂ ഒക്കെ മേടിക്കാൻ പോയി കടയിൽ കയറിയപ്പോൾ ഷൂസിൻ്റെ മുകളിൽ എൻ്റെ കഴിഞ്ഞ 2 മാസത്തെ സാലറി ഒക്കെ എഴുതി കണ്ടിരിക്കണത് ഞാൻ ഞെട്ടി. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞുകൂടാ, എനിക്ക് കുറച്ച് വില കുറഞ്ഞ ഷൂസ് എടുത്ത് കാണിച്ചാന്ന്. അവൻ പറയാ, നിന്റെ പെർഫോമൻസിനോ വലിയ വില ഉണ്ടാവാൻ പോണില്ല, അറ്റ്ലീസ്റ്റ് ഷൂ എങ്കിലും കുറച്ച് വില കൂടിയിരിക്കട്ടെ എന്ന്. അങ്ങനെ ഞാൻ അവനോട് ക്ഷമിച്ചു. അത് കഴിഞ്ഞിട്ട് അവൻ എനിക്ക് സ്പോർട്സ് ഷൂ എടുത്ത് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞോടാ, സ്പോർട്സ് ഷൂ അല്ല, എനിക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റിയ കാഷ്വൽ ഷൂസ് കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ കാഷ്വൽ ഷൂസ് ഇട്ടാൽ സ്റ്റേജിൽ നിൽക്കാനും പറ്റൂ, പരിപാടി കഴിഞ്ഞിട്ട് ഓടാൻ പറ്റില്ല എന്ന്. അവൻ എൻ്റെ ഉള്ളിലത്തെ റോക്കി ബൈനെ ഉണർത്തി. ഭൂമിയിലുള്ള എല്ലാ തമാശയും പെറുക്കിക്കൂട്ടി രമേശ് ചേട്ടൻ്റെ കാൽ കീഴിൽ വെക്കുമെന്ന് പറഞ്ഞിട്ട് എന്നിട്ടേ വിശ്രമിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ വീട്ടിലെത്തി കിടക്കേണ്ടപ്പോൾ ആദ്യം വിശ്രമിച്ചിട്ട് തമാശ അപ്പാന്ന് വിചാരിച്ചു. വിശ്രമിച്ച് കഴിഞ്ഞ് എൻ്റെ അനിയൻ സ്കൂളിലൊക്കെ പോണതല്ലേ, അവനോട് ഒരു ഡയറി ചോദിക്കാന്ന് വിചാരിച്ചു, ഒരു ബുക്ക് ചോദിക്കാന്ന് വിചാരിച്ചു എഴുതാൻ. അവനോട് ബുക്ക് ചോദിച്ചപ്പോൾ അവൻ പറയാം, ബുക്സ് ബുക്സ് ബുക്സ്, ഐ ഡോണ്ട് ലൈക്ക് ബുക്സ്, ഐ അവോയ്ഡ്. എനിക്ക് അധികം കാശ് സമ്പാദിക്കണം, റിച്ച് ആവണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. ഞാൻ എന്തെങ്കിലും സാധനം കണ്ട് ആഗ്രഹിച്ച് എനിക്ക് സ്വന്തമാക്കണം തോന്നിയാൽ അതിനുള്ള സാമ്പത്തികം വേണം, അത്രേ ഉള്ളൂ. എലോൺ മസ്ക് ട്വിറ്റർ മേടിച്ച പോലെ, അത്ര എൻ്റെ മനസ്സിലുള്ളൂ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ മോളുടെ കല്യാണം വിളിക്കാൻ വരുന്നത്. വെറൈറ്റി ഇൻവിറ്റേഷൻ കാർഡ് ആയിരുന്നു. നോക്കിയപ്പോൾ വി ഡോണ്ട് ആക്സെപ്റ്റ് ഗിഫ്റ്റ്, യുവർ പ്രസൻസ് ഈസ് അവർ ഗിഫ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഗിഫ്റ്റ് ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് വായിച്ചപ്പോൾ അച്ഛൻ്റെ മുഖത്ത് ഒരു ഇൻവെസ്റ്റ്മെന്റ് നഷ്ടപ്പെട്ട സങ്കടം ഞാൻ കണ്ടു. കൊടുത്താലേ തിരിച്ചു കിട്ടുള്ളൂ. പക്ഷെ എനിക്കൊരു പന്തികേട് തോന്നി. ഞാൻ വായിച്ചപ്പോൾ യുവർ പ്രസൻസ് ഈസ് അവർ ഗിഫ്റ്റ്, നിങ്ങളുടെ സാന്നിധ്യമാണ് ഞങ്ങളുടെ ഗിഫ്റ്റ്. എന്നിട്ട് എഴുതിയിരിക്കുക വി ഡോണ്ട് അക്സെപ്റ്റ് ഗിഫ്റ്റ്, ഗിഫ്റ്റ് വേണ്ടെന്ന്. നൈസായിട്ട് ചിലവ് ചുരുക്കാൻ വേണ്ടി കല്യാണത്തിന് വരണ്ട എന്ന് പറഞ്ഞാണോ എന്നൊരു ഡൗട്ട്. ഞാൻ പിന്നെ ഫുഡ് ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് ഞാൻ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്മ പറയാണ്, നമുക്ക് റിസപ്ഷന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാമെന്ന്. കുറച്ച് കഴിഞ്ഞിട്ട് 2 കൊല്ലം മുന്നേ ഞങ്ങളുടെ വീട്ടിൻ്റെ പാലുകാച്ചലിന് ആരോ തന്ന ക്ലോക്ക് എടുത്തിട്ട് അമ്മ ഗിഫ്റ്റ് റാപ്പ് ചെയ്യണ കണ്ടു. എവിടേക്ക് മറക്കാനാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷേ ഈ ചേച്ചി കല്യാണം കഴിക്കാൻ പോണ ചേച്ചി ഞങ്ങളായിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എൻ്റെ അനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേച്ചിയുടെ ഫോണിലാണ് ഗെയിം കളിക്കാൻ എപ്പോഴും പോകാറ്. പക്ഷേ ഇപ്പോൾ ചേച്ചിയുടെ കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചി എപ്പോഴും ഔട്ട് ഓഫ് സർവീസും റൂമിങ്ങും ആണ്. ഇവൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്ന സർക്കാർ ജീവനക്കാരോട് നാളെ ഒരു ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യണം, ഇങ്ങോട്ട് കാശ് തരണം എന്ന് പറഞ്ഞ അവസ്ഥയായി ഇവൻ്റെ. ഇതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് ഒരു വട്ടേ കണ്ടിട്ടുള്ളൂ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ VPN കൂടെ കയറുന്ന സൈറ്റ്സ് ഇനി തൊട്ടിട്ട് സേവ് ചെയ്യണമെന്ന് ഗവൺമെന്റ് പറഞ്ഞു. അന്ന് ഹൃദയം പൊട്ടിപ്പോയിണ്ട് ഈ പാവത്തിന്റെ. ഒരു യൂട്യൂബിന്റെ ആഡ് പോലെ സ്മൂത്തായി പോയിക്കൊണ്ടിരുന്ന ഇവന്റെ ജീവിതം ഇപ്പൊ യൂട്യൂബിന്റെ വീഡിയോ പോലെ സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ചേച്ചീനെ കല്യാണം കഴിക്കാൻ പോണ ചേട്ടൻ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. ഞാൻ നോക്കിയപ്പോൾ അതിൽ എഴുതിയിരിക്കുക സ്ട്രിക്ട്ലി 18+, 18 വയസ്സിന് മുകളിലൊരു മാത്രം കാണുന്നത്. എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കൂടി. ഞാൻ തുറന്നു നോക്കി, എന്താ ഇവരുടെ പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്. ഞാനൊരു കാര്യം പറയാം, പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കല്യാണത്തിന് മുമ്പേ എടുക്കണ ഫോട്ടോഷൂട്ട്, അല്ലാണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുടെ ട്രെയിലർ ലോഞ്ച് അല്ല ഇത്. അത് ഓർത്ത് വെക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഫോട്ടോസ് അയച്ചു തന്നു, ഇവരുടെ സേവ് ദ ഡേറ്റ്. അപ്പോൾ ഈ സേവ് ദ ഡേറ്റ് ചിലവ് ചുരുക്കാൻ വേണ്ടിയാന്ന് തോന്നുന്നുണ്ട്. 10ാം ക്ലാസ്സിലെങ്ങാണ്ടോ പഠിച്ചപ്പോൾ എടുത്ത ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് ഇവർ സേവ് ദ ഡേറ്റിന് ഫോട്ടോ എടുത്ത് വെച്ച് തരുന്നത്. അപ്പോൾ ഈ സേവ് ദ ഡേറ്റിൻ്റെ ഉത്ഭവം എവിടുന്നാന്ന് തപ്പാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നോക്കിയപ്പോൾ ഈ കാലാവസ്ഥാ നിരീക്ഷകർ പറയില്ലേ, ഇന്ന തീയതി സുനാമി വരും, ഇന്ന തീയതി ഭൂകമ്പം വരും എന്ന് പറഞ്ഞിട്ട് ആ സംഭവം തന്നെ ഇന്ന തീയതി എൻ്റെ ജീവിതത്തിൽ ഒരു ദുരന്തം നടക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഒരു സേവ് ദ ഡേറ്റ് പഠിച്ചുകൊണ്ട്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിച്ചു. സാധാരണ എല്ലാവരും പോലെ പോയി ഫുഡ് കഴിച്ച് അവിടെ കുറ്റം പറഞ്ഞു വന്നു ആൾക്കാരൊക്കെ. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ കല്യാണം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വന്ന ചേട്ടൻ പെണ്ണുങ്ങളെ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കണു, കല്യാണമൊന്നും റെക്കോർഡ് ചെയ്യാനില്ല. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ഈ ചേട്ടൻ്റെ വീഡിയോ എടുത്തിട്ട് ട്വിറ്ററിൽ ഇട്ടു. ഞാൻ പറഞ്ഞു, ഇത് ശരിയല്ല, ജോലിയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യണം, അല്ലാണ്ട് നിങ്ങൾ പെണ്ണുങ്ങളെ ഫോക്കസ് ചെയ്യലാന്ന്. ആ വീഡിയോ കയറി വൈറലായി. ആ ചേട്ടനാണ് ഇപ്പോൾ IPL വീഡിയോഗ്രാഫി ചെയ്യണേ. ഭയങ്കര എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പോവാറായി. ചേച്ചി ഭയങ്കര കരച്ചില്. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി തൊട്ടപ്പുറത്തെ വീട്ടിലേക്കല്ലേ പോണേ, എന്തിനേക്ക് അറിയണമെന്ന്. ചേച്ചി പറയാം, മാറിക്കട ചക്ക, ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടി റീൽസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ചേച്ചിയുടെ അമ്മയച്ഛനും കരയുണ്ട്. അതൊക്കെ കുറച്ചും കൂടി തിരിഞ്ഞപ്പോൾ എൻ്റെ അമ്മയച്ഛനും ഇരുന്ന് കരയണു. അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ അനിയൻ മരത്തുമ്മ തള്ളി ഇരുന്ന് കരയണു. ഞാൻ അവനോട് പോയി ചോദിച്ചുടാ, നീ എന്തിനാ കരയണേ? ചേട്ടാ PUBG ബാൻ ചെയ്തു, ചേട്ടാ PUBG ബാൻ ചെയ്തു എന്ന്. ഞാൻ പറഞ്ഞു, ഡാ അതൊരു കൊല്ലയില്ലേ, ഇപ്പൊ പിന്നെയും തിരിച്ചു വന്നില്ലേ. അല്ല, അവിടുത്തെ പ്രഹസനം കണ്ടിട്ട് എനിക്ക് കരച്ചിൽ വരുന്നില്ല, അതുകൊണ്ട് ഇതോർത്ത് ഇപ്പൊ ചങ്ക് പൊട്ടി കരഞ്ഞതാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായേ എൻ്റെ അമ്മയും അച്ഛനും തലേ ദിവസം ആകാശദൂത് സിനിമ ഇരുന്ന് കണ്ടത് എന്തിനാന്നുള്ളത്. അങ്ങനെ വൈകുന്നേരം പിന്നെ റിസപ്ഷനായി. റിസപ്ഷന് ഞങ്ങൾ പോയപ്പോൾ എല്ലാ റിസപ്ഷനും കാണുന്ന പോലത്തെ കുറച്ച് സാധനങ്ങൾ അവിടെ കണ്ടു. കുറേ പിള്ളേർ കസാര അടക്കി വെക്കണു. അപ്പം ഞാൻ നല്ല പിള്ളേരാണെന്ന് വിചാരിച്ചിട്ട് പോയി നോക്കിയപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ കസാര കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നപ്പോൾ തൊട്ടിട്ട് ഈ കസാരയും പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഇവർ. അതേപോലെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടാവും.
ഈ ചേട്ടനോട് രാവിലെ കല്യാണത്തിന്റെ സമയത്ത് അച്ഛന്റെ കാലുവിട്ട് വന്ദിക്കാൻ പറഞ്ഞപ്പോ ഇയാൾ അത് പറ്റില്ല, കുമുരം ഭീമാനോ കുമുരം ഭീമാനോ കൊന്നാലും നിൻ മുന്നിൽ ഞാൻ കുമ്പിടുവാനോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ ആള് ഇപ്പൊ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയുടെ മുമ്പിൽ 2 മുട്ടും കുത്തി നിൽക്കണു. ഫ്യൂച്ചറിൽ എക്സ്പീരിയൻസ് ആയിരിക്കും, നല്ല കാര്യം, നല്ല ഭർത്താവായിരിക്കട്ടെ. എന്നിട്ട് ഇവര് വീഡിയോ എടുക്കാണ് ഡാൻസിന്റെ. അപ്പൊ ഈ ചേട്ടൻ പിസ്സ ഗോപുരത്തിന്റെ മുമ്പിൽ ഫോട്ടോ എടുക്കാൻ നിൽക്കണ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ചേച്ചിയാണെങ്കിൽ ഷവർമ കറങ്ങണ പോലെ ഇവിടെ കറങ്ങുന്നുണ്ട് ഇങ്ങനെ. ഇതിപ്പോ ആരുടെ ജീവൻ എടുക്കാനുള്ള കറക്കലാന്ന് ആർക്കും അറിയാം. എന്നിട്ട് അവിടെ DJ ചേട്ടന്മാരൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ചേച്ചിയുടെ അമ്മ വൻ കരച്ചില്. ഞാൻ പോയി ചോദിച്ചു, ആന്റി എന്തിനാ കരയണേ? ആന്റി പറയാം, എടാ ഗിഫ്റ്റ് കിട്ടിയ 2 ക്ലോക്ക് കാണാതെ പോയി, അടുത്ത ആഴ്ച 2 കല്യാണത്തിന് മറച്ചു കൊടുക്കാൻ വേണ്ടി വെച്ചതാണ്, അത് കാണാണ്ട് പോയി. അപ്പൊ ഞാൻ ഈ കല്യാണത്തിന്റെ കഥ പറഞ്ഞ് നിങ്ങളൊക്കെ വിചാരിക്കും കല്യാണത്തിനെ കുറിച്ച് പറയാനോ ചേച്ചീനെ കുറിച്ച് പറയാനോ എന്ന്. അല്ല, ഞാൻ വേറൊരു വ്യക്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. നമ്മുടെ മാർക്ക് സുക്കർബർഗ് അണ്ണൻ. അതിങ്ങനെയാന്ന് പറയട്ടെ, പിറ്റേ ദിവസം കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ചേച്ചി വൻ കരച്ചില്, ഭയങ്കര കരച്ചിൽ അപ്പുറത്ത്. ഞാൻ പോയി ചോദിച്ചു, ചേച്ചി എന്തിനാ കരയണേ? ചേച്ചി പറയാ, എടാ ഇന്നലെ എടുത്ത റീൽസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും ഒക്കെ സെർവർ ഡൗൺ ആടാ എന്ന് പറഞ്ഞിട്ട് സുക്കർബർഗിന്റെ ചീത്തവിളി. എന്നിട്ട് പുള്ളിക്കാരി 2 ട്വീറ്റ് ഇട്ടു. പിറ്റേ ദിവസം സുക്കർബർഗ് അണ്ണൻ ഫേസ്ബുക്കിന്റെ പേര് മാറ്റി ഫേസ്ബുക്ക് കമ്പനിയുടെ മെറ്റാന്നിട്ടു, META. അതിന്റെ അർത്ഥം എനിക്ക് പിന്നെയാണ് മനസ്സിലായി. എല്ലാവർക്കും ഉള്ള സന്ദേശമായിരുന്നു, മേലാൽ എന്റെ തന്തയെ അവഹേളിക്കരുത് എന്ന് പറഞ്ഞിട്ടായിരുന്നു അതിന്റെ അർത്ഥം. താങ്ക് യു, ദാറ്റ്സ് ബീൻ മൈ സൈഡ്.